വെൽക്കം ടു ഡെയിലി ഫുഡ്. ഇന്ന് നമ്മൾ കാണാൻ പോണത് ഉണ്ണിയപ്പത്തിനേക്കാളും വളരെ രുചികരമായ വെറൈറ്റി ആയ ഒരു ടേസ്റ്റുള്ള ഒരു അപ്പാണ്. കണ്ട, ഇത് നല്ല ഉള്ളിൽ നല്ല സോഫ്റ്റ് പഞ്ഞ് പോലെ ഉണ്ടാവും, വായിലിട്ട് അലിഞ്ഞു പോ. എന്നാൽ ഉണ്ണിയപ്പത്തിനേക്കാളും നല്ല സൂപ്പർ ടേസ്റ്റിയാണ്, പെട്ടെന്ന് ഉണ്ടാക്കാം നമുക്ക്. സ്പെഷ്യൽ വെറൈറ്റി വെളിച്ചെണ്ണപ്പം നമുക്ക് കാണാം. 2 അച്ച് ശർക്കര നന്നായി ഉരുക്കിയെടുക്കാം. ഒരു ബൗൾ വെച്ചിട്ടുണ്ട്. ഇനി 1 കപ്പ് മൈദ നമുക്ക് നന്നായി കട്ടിയൊന്നും കൂടാതെ അരിച്ചെടുക്കാം. നമുക്ക് ഇത് ഒരു സൈഡിലോട്ട് ഇനി ഇത് മാറ്റി വയ്ക്കാം. ഇനി ആവശ്യമുള്ള സാധനം നോക്കാം. നല്ല പഴുത്ത നേന്ത്രപ്പഴം ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി ഒരു ചീനച്ചട്ടി, ഒരു കടായി അടുപ്പത്ത് വയ്ക്കാം. അത് നന്നായി ചൂടായതിന് ശേഷം ഈ നേന്ത്രപ്പഴം അതിലോട്ട് ചേർത്ത് ഒന്ന് ചെറുതായി റോസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഒന്ന് റോസ്റ്റ് ചെയ്ത് വരുമ്പോൾ നമുക്ക് 1/2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇനി നെയ്യ് ചേർത്തിട്ട് നന്നായി റോസ്റ്റ് ചെയ്തെടുക്കാം. മെല്ലെ മെല്ലെ ചെറിയ തീയിൽ വെച്ച് നന്നായിട്ട് ഇത് വെന്ത് വരണം. ഇങ്ങനെ വെന്ത് നല്ല പേസ്റ്റ് പരുവത്തിൽ തന്നെ ആവണം. എത്രത്തോളം നന്നായി റോസ്റ്റ് ചെയ്യണം അത്രയും ടേസ്റ്റ് ആയിരിക്കും അപ്പത്തിന്. അപ്പോൾ കുറച്ചും കൂടി നന്നായി റോസ്റ്റാക്കി എടുക്കാം. ഇതാണ് കറക്റ്റായ പരുവം. നമുക്ക് ഇനി ഇതെടുത്ത് മാറ്റി വയ്ക്കാം. നമുക്കിനി 2 സ്പൂണ് നാളികേരമാണ് വേണ്ടത്. ചെറിയ നാളികേരം ഞാൻ എടുത്തിട്ടുണ്ട്. അതേ ചട്ടിയിൽ തന്നെ ഇട്ട് നമുക്ക് ഇത് ബ്രൗൺ നിറത്തിൽ, ഇതിൽ എണ്ണയൊന്നും നെയ്യൊന്നും ചേർക്കേണ്ട. ആവശ്യമുള്ളവർ ചേർക്കാം കേട്ടോ. ഞാൻ ചേർത്തിട്ടില്ല ഇവിടെ. അത് നന്നായി ബ്രൗൺ നിറം ആവണ വരെ ചെറിയ തീയിൽ കരിയാണ്ട് വറുത്തെടുത്ത് ബ്രൗണ് കളറായി വരുന്നു. നമ്മളത് നാളികേരം റെഡിയായി, അതവിടെ നീക്കി വയ്ക്കാം. ഇനി ബൗളിൽ അരിച്ചു വെച്ച മൈദ, അതിൽ 2 നുള്ള് സോഡപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഉരുക്കിയ ശർക്കര, റോസ്റ്റ് ചെയ്ത നേന്ത്രപ്പഴം, വറുത്തെടുത്ത നാളികേരം ഒക്കെ കൂടി ഇട്ട് നന്നായി മിക്സാക്കി ഒരു ഉണ്ണിയപ്പത്തിനുള്ള മാവ് പരുവത്തിന് നമുക്ക് ഇത് മിക്സാക്കി കൊടുക്കാം. കുറച്ച് ആവശ്യമാണെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പത്തിനുള്ള കൂട്ട് റെഡി ആയി കഴിഞ്ഞു. അതവിടെ നീക്കി വയ്ക്കാം. നമുക്കിനി ഒരു ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായി ചൂടായി വരുമ്പോൾ ഇത് ഓരോ സ്പൂൺ എടുത്ത് ഒഴിച്ചു കൊടുക്കാം. നന്നായി മൂത്ത് വരുമ്പോൾ അപ്പുറം ഇപ്പുറം ഇട്ട് തിരിച്ച് മറിച്ചിട്ട് കൊടുക്കാം. നമ്മളെ വെളിച്ചെണ്ണ അപ്പം നല്ല വീർത്ത് നല്ല ഭംഗിയിൽ വരുന്നുണ്ട്. വെളിച്ചെണ്ണപ്പം റെഡിയായി. നല്ല ഈ കളറാവുമ്പോൾ കോരിയെടുക്കാം. ഇനി അങ്ങനെ ഓരോന്നായിട്ട് നമുക്ക് ചുട്ടെടുക്കാം. ഇതേപോലെ തന്നെ ബ്രൗൺ നിറമാകുമ്പോൾ ഉണ്ണിയപ്പത്തിൻ്റെ അതേ കളറ് വരുമ്പോൾ നമുക്ക് കോരിയെടുക്കാം. ഉണ്ണിയപ്പത്തിനാണെങ്കിൽ നമുക്ക് കുറേ നേരം വെയിറ്റ് ചെയ്തിട്ടാണ് നമുക്ക് നല്ല ഉണ്ണിയപ്പം റെഡിയാക്കി കിട്ടുക. ഇത് അതിനേലും വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ കാരണം എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കാം. ഈ സാധനങ്ങളൊക്കെ എപ്പോഴും നമ്മുടെ വീട്ടിൽ അവൈലബിൾ തന്നെയായിരിക്കും. അത് കാരണം നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഈ വെറൈറ്റി വെളിച്ചെണ്ണപ്പം ഷുവറായിട്ടും എല്ലാവർക്കും നല്ല ഇഷ്ടവും ഉറപ്പായിട്ടും. അപ്പോൾ കണ്ട് ഇഷ്ടമായെങ്കിൽ ഈ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ റെസിപ്പി ട്രൈ ചെയ്ത് ഉണ്ടാക്കി നോക്കി നമുക്ക് കമൻ്റ് ഇടാൻ മറക്കരുത് കേട്ടോ. നമ്മളെ ചാനലൊക്കെ ഒന്ന് കണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇനി മറ്റൊരു കിടിലൻ റെസിപ്പി ആയിട്ട് കാണാം. ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്.